കാലത്ത് 4 മണി തൊട്ട് ഇങ്ങനെ അലാം ചറപറാ വെച്ചേക്കുന്നത് കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴത്തേന് എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ എഴുന്നേൽക്കുന്ന ഒരു ടൈപ്പില്ലേ, ഞാൻ ആ ടൈപ്പിൽ പെടുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഇന്ന് എഴുന്നേൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്കിന്നൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം. ഡബ്ലിൻ വരെ പോണം. അപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക്കും ആയിരിക്കും. അപ്പോൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയെങ്കിലേ സമയത്തിന് എത്തുള്ളൂ. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് കൊണ്ടുപോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാണ്. ഇടയ്ക്കൊന്ന് നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ ട്രെയിനർ ഭയങ്കര സ്ട്രിക്റ്റാണ് ആള്. നമ്മൾ ആ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് തന്നെ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴ്സ് റിപ്പീറ്റ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതുപോലെ എന്തെങ്കിലും എക്സ്ക്യൂസ് ഒക്കെ കൊടുക്കേണ്ടി വരുവേ. അത്രയ്ക്ക് സ്ട്രിക്റ്റാണ് ആള്. എന്താ പറയാ, ഞങ്ങളുടെ ഒരു സെഷനിൽ ഒരു പുള്ളിക്കാരി ഇരുന്ന് ഉറങ്ങിയതിന് മൊത്തം സെഷൻ റിപ്പീറ്റ് ചെയ്യിപ്പിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് നമ്മൾ കെയർഫുള്ളാണ്. അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈവൻ കാപ്പി വരെ ഞാനൊന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് അത്രയും പേടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. കാരണം നമുക്ക് സമയത്തിന് തിരിച്ച് വരണം. പിറ്റേന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടാണ് പോണത്. അങ്ങോട്ട് ഞാനങ്ങ് വണ്ടി ഓടിക്കാം. ഞാൻ ഫ്രഷ് ആയിട്ടിരിക്കുകയാണല്ലോ. തിരിച്ച് വരുമ്പോഴത്തേനും എൻ്റെ ബ്രെയിനൊക്കെ ചത്ത്, എന്താ പറയാ, ബ്രെയിൻ ചത്ത് കോമയിലായ ഒരു സ്റ്റേജിലായിരിക്കും. അപ്പോൾ പ്രതീക്ഷേട്ടൻ ഓടിച്ചോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചീനെ കാണാനായിട്ട് പോയി. ഡബ്ലിനിലെത്തിയാൽ പിന്നെ നാത്തൂനെ വിസിറ്റ് ചെയ്യാതെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ക്രോഷയ്ക്ക് അളവെടുക്കുകയാണ് പിങ്കി. ഇപ്പോൾ പിങ്കി ഭയങ്കര സംഭവമാണ് കേട്ടോ.